Hi guys! 7 days glass skin challenge ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വെറുതെ പറയുന്നതൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്. നമുക്ക് ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 7 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആ ഒരു സ്കിൻ നല്ല രീതിക്ക് ഒരു ഗ്ലോ കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല, വീണ്ടും വീണ്ടും പറയാൻ കാരണം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിലൊന്നും അലർജി ഇല്ലാത്തവർ മാത്രം ഇത് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കുക. ഓപ്ഷൻസ് ഒന്നും ചോദിക്കരുത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം കാണിച്ചത് കടലമാവായിരുന്നു. 1 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ താഴെയായിട്ട്. ഓക്കെ, അപ്പോൾ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിക്ക് നമ്മളൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നീട് ഇത് നമുക്ക് മിക്സ് ആവാനായിട്ട് ആവശ്യമായിട്ടുള്ളത് റൈസ് വാട്ടറോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ, അത് ഏതായാലും കുഴപ്പമില്ല. പക്ഷെ ഉപ്പിടാതെ ഇരിക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു റൈസ് വാട്ടർ എടുക്കുന്നത് നമ്മുടെ അരി കഴുകിയിട്ടുള്ള വെള്ളമാണ് എടുക്കുന്നത്. അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിക്ക് 3 ടേബിൾ സ്പൂൺ ഈ ഒരു റൈസ് വാട്ടറാണ് ചേർക്കുന്നത് കേട്ടോ. ഈ ഒരു റൈസ് വാട്ടർ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ഗ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഞാൻ മുന്നേ നമ്മുടെ കൊറിയൻ ഗ്ലാസ് സ്കിന്നിൻ്റെ ഒരു ഇതിനകത്ത് നമ്മൾ വീഡിയോയ്ക്കകത്ത് ഈ ഒരു റൈസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് സിറം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ റൈസ് വാട്ടറോടെ 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ടോട്ടൽ നമ്മൾ 4 കാര്യങ്ങളാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 4ാമത്തെ ആളെന്ന് പറയുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിന് വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ എടുക്കാനായിട്ട് നോക്കുക. അത് 1 ടീസ്പൂൺ കേട്ടോ. നമുക്ക് നോർമൽ ഗ്ലിസറിനും കിട്ടും നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ. മാക്സിമം നിങ്ങൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഞാൻ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കുക കേട്ടോ, അതിൻ്റെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക്. അപ്പോൾ ഗൈസ്, ഞാനിവിടെ 1 ടീസ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിവിടെ 4 കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന കടലമാവാണ്, അത് 1 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ റൈസ് വാട്ടർ, അരി കഴുകിയ വെള്ളം. പിന്നീട് നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്തിരിക്കുന്നത് ഗ്ലിസറിനാണ്, വെജിറ്റബിൾ ഗ്ലിസറിൻ, അതും 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാസ്ക് റെഡി കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കേണ്ട വിധം ഞാൻ പറയാം, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ പറഞ്ഞ മെത്തേഡിൽ തന്നെ വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ തിങ്കളാഴ്ച ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇത് ഉപയോഗിക്കേണ്ട. ഓക്കെ, മറ്റന്നാൾ ബുധനാഴ്ച, അങ്ങനെ നമുക്കിവിടെ 1 ഇടവിട്ട ദിവസങ്ങളിൽ വേണം ഇത് ഉപയോഗിച്ച് വരാനായിട്ട്. അതായത് തിങ്കളാഴ്ച ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ബുധൻ, വെള്ളി, ഞായർ, ഓക്കെ, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ, ഇങ്ങനെ ആഴ്ചയിൽ 4 ദിവസം ഈ ഒരു മാസ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു പാക്ക് ഉപയോഗിക്കുക. അതിനിടയിൽ വരുന്ന ദിവസങ്ങളുണ്ട് ചൊവ്വ, വ്യാഴം, ശനി. ഈ ഒരു 3 ദിവസത്തേക്ക് വേണ്ടി നമ്മളൊരു ജെല്ല് കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു മാസ്ക് നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് ഇതങ്ങ് വെറുതെ അങ്ങ് വിടുക. എന്നതിന് ശേഷം വേണം ഇത് കഴുകിക്കളയാനായിട്ട്. അപ്പോൾ കഴുകുന്ന സമയത്ത് നിങ്ങൾ മിക്കവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്ക് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകാമോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകാമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംശയം ഇനി വരത്തില്ല കേട്ടോ. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും, അതായത് DIY ആണെങ്കിലും ഹോം റെമഡി ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഉപയോഗിച്ച് കഴുകുന്ന സമയത്ത് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ കഴുകുക കേട്ടോ. മാക്സിമം നിങ്ങൾ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് കഴുകുക. എന്നിട്ടൊരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം ഫേസിൽ നമ്മൾ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ചിട്ട് അതൊന്ന് കഴുകിക്കളയാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട്, നമ്മൾ ചെയ്യുന്ന റെമഡിക്കാണെങ്കിലും ഹോം റെമഡിക്കാണെങ്കിലും അല്ലെങ്കിൽ DIY ആണെങ്കിലും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അതല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് അത് സോപ്പ് ഉപയോഗിച്ച് കഴിക്കളഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന റിസൾട്ട് അതിനോടൊപ്പം തന്നെ ഒളിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ജെല്ലിൻ്റെ ആ ഒരു പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ സാഫ്രോൺ അലോവേറ ജെല്ലാണ് എടുക്കുന്നത്. നോർമൽ അലോവേറ ജെൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ ഏതാണോ അലോവേറ ജെൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കുക. മാക്സിമം സ്റ്റോർ ബോട്ടിലായിട്ടുള്ള അലോവേറ എടുക്കുക. ഇനി ഇതില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ ഉണ്ടല്ലോ, വീട്ടുവളപ്പിൽ ഉണ്ടാകുന്ന കറ്റാർവാഴ, അതെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കി വയ്ക്കണം. ഒരുപാട് നമ്മൾ ഉണ്ടാക്കുന്നില്ല, ഒരാഴ്ചത്തേക്കുള്ള. ഇതാകുമ്പോൾ നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുക, കേടൊന്നും വരത്തില്ല.
ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ കാണുന്ന കുഞ്ഞു സ്പൂണിൽ ഒരു സ്പൂൺ നമ്മുടെ ഈ ഒരു കറ്റാർവാഴ ജെല്ല് എടുക്കുന്നുണ്ട്, നമ്മുടെ സാഫ്രോൺ അലോവേറ ജെല്ല് എടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ ആ എടുത്തിരിക്കുന്ന അതേ സ്പൂണിൽ തന്നെ 1 ടീസ്പൂൺ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. മിക്സ് ആയിട്ട് കഴിഞ്ഞ് ഇത്ര ഉള്ളൂ, വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല, ഓയിലോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല, ഇത് മാത്രം മതി കേട്ടോ. ഇത് ഈ ഒരു പാക്ക് ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിക്കാനുള്ളതല്ല, ഞാൻ പ്രത്യേകം പറയുകയാണ്. ആ പാക്ക് അല്ലെങ്കിൽ ആ ഒരു മാസ്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ കാണിക്കുന്ന രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ ഈ ഒരു ജെല്ല് എന്ന് പറയുന്നത് നമ്മളിത് ഈ ഒരു മാസ്ക് ഉപയോഗിക്കാത്ത ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് ചൊവ്വ, വ്യാഴം, ശനി, ഈ ഒരു 3 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ജെൽ ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ലീവ് ചെയ്യാനാണ് കേട്ടോ, കഴുകിക്കളയേണ്ട കാര്യമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് കഴുകണം എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, കാരണം ആരും തെറ്റിക്കരുതെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ആദ്യത്തെ ആ ഒരു മാസ്ക് എന്ന് പറയുന്നത് നമുക്ക് തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ്. രണ്ടാമത് കാണിച്ച ഈ ഒരു ജെല്ല്, നമ്മളിപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തിരുന്ന ഈ ഒരു ജെല്ല് ചൊവ്വ, വ്യാഴം, ശനി ഈ ദിവസങ്ങൾ, ഈ ഒരു 3 ദിവസത്തേക്കുള്ളതാണ് ഈ ഒരു ജെല്ല്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊരു 1 വീക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് നിങ്ങളുടെ റിസൾട്ട് അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തോരം മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഫ്രഷ് ആയിട്ട് തന്നെ, നമ്മുടെ ആദ്യം കാണിച്ച ആ ഒരു മാസ്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക, ആദ്യം തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കരുത്. ആർക്കെങ്കിലും ഈ കാര്യങ്ങളോട് അലർജി ഉണ്ടെങ്കിൽ ദയവായിട്ട് ഇത് ഉപയോഗിക്കരുത്. ഇതിനേക്കാളും നല്ല വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞു നോക്കിയിട്ട് ആ വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. അതല്ലാതെ ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചേരാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് അപ്ലൈ ചെയ്തിട്ട് പണി മേടിക്കരുത്. ഓക്കെ, ഇത് സെറ്റായവരും മാത്രം ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിസൾട്ട് നിങ്ങളിവിടെ പറയും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.